മലയാളക്കരയ്ക്ക് ഓണം ആഘോഷിക്കാൻ പൂക്കാലമൊരുക്കി ഇടുക്കിയിലെ കർഷകർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 50-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. ഓണം വിപണി ലക്ഷ്യമിട്ട് നിരവധി കർഷകരാണ് ഇത്തവണ പൂക്കൃഷി നടത്തിയത്. മികച്ച നേട്ടം സ്വന്തമാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പച്ചക്കറി കൃഷി നടത്തുന്ന നെടുങ്കണ്ടം വലിയ തോവാള സ്വദേശിയായ മഞ്ജു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തവണ ജമന്തി കൃഷി നടത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് വിത്തെത്തിച്ച് ഗ്രോ ബാഗുകളിലാക്കി ആകെ 400 ചെടികൾ പരിപാലിച്ചു. ഓരോ ചെടിയിലും നിറയെ പൂക്കളാണ്. ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നത്. 400 എണ്ണം നമ്മൾ നട്ടിട്ടുണ്ട്. ഗ്രോ ബാഗിനകത്താണ് നട്ടേക്കുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത കൃഷിയാണ്. കുഴപ്പമില്ല, നല്ല രീതിയിൽ നന്നായി വന്നു. എനിക്ക് ഈ കൃഷിയെക്കുറിച്ച് അത്ര അറിവൊന്നും ഇല്ലായിരുന്നു, എങ്കിലും എൻ്റെ സ്വയം ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്തതാണ്. നല്ല മുഴുത്ത പൂവാണ്. ഏകദേശം ഒരു ചെടിയിൽ തന്നെ ഒരു 300 ഗ്രാമോളം ഉള്ള 30 ഗ്രാമോളമുള്ള പൂവുണ്ട് ഇതിനകത്ത്. 28 ദിവസം ആകുമ്പോൾ തൈകൾ നടാൻ പരുവത്തിനാവും. പിന്നെ അതിൻ്റെ പ്രൂണിങ് ഏകദേശം നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ മുതൽ പ്രൂണിങ് നടത്തും. അത് മഴയില്ലാത്ത സമയത്ത്, നല്ല വെയിലത്ത് ഉച്ച സമയത്ത് വേണം പ്രൂണിങ് നടത്താനായിട്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് പ്രൂണിങ് നടത്താനുള്ള ഒരു ടൈം കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ മഴയായിപ്പോയി. അതിൻ്റെതായ ഒരു കുറവ് ഈ ഒരു ഭാഗത്ത് കാണാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഏകദേശം ഒരു തണ്ടയിൽ ഇതുപോലെ വരണം. ഒരു 10-50ഓളം ശാഖകൾ ഒരു ചെടിയെ തന്നെ വരണം. പക്ഷെ അതങ്ങനെ നമ്മൾ പ്രൂണിങ് നടത്തിയില്ല എങ്കിൽ അങ്ങനെ വരത്തില്ല. ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ ഇത്തവണ പൂക്കൃഷി ഇറക്കിയവരുണ്ട്. ഹൈബ്രിഡ് വിത്ത് എത്തിച്ചാണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത്. താരതമ്യേന വലിപ്പം കൂടിയ പൂക്കളായതിനാൽ ആവശ്യക്കാർക്കും ഏറെ പ്രിയങ്കരമാണ് ഇടുക്കിയുടെ മലമടക്കുകളിൽ വിരിയുന്ന ജമന്തിപ്പൂക്കൾ. കഴിഞ്ഞ ജൂലൈയിലാണ് മഞ്ജു കൃഷി ഇറക്കിയത്. ഓണം അടുത്തതോടെ വ്യാപാരികൾ പൂക്കൾക്ക് ഓർഡർ നൽകി. നേരിട്ടെത്തി പൂ ശേഖരിക്കുന്നവരുമുണ്ട്. അടുത്ത വർഷങ്ങളിൽ ഇടുക്കിയിൽ കൂടുതൽ മേഖലയിൽ പൂക്കൃഷി വ്യാപിക്കുമെന്ന് ഉറപ്പാണ്. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.